ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻവെന്റീവ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെഹ്റുവിൻ്റെ തൊപ്പിയാണ്. അങ്ങനെ ഞാനും ചാരുവും കൂടി പോയി ഒരു ചാർട്ട് പേപ്പർ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ചാർട്ട് പേപ്പറും ഒരു സ്കെയിലും ഒരു പേനയും നമുക്ക് വേണം. ഇനി നമുക്ക് ചാർട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ടിൻ്റെ പകുതി ഭാഗം മതി ഒരു തൊപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ചാർട്ട് വാങ്ങിച്ചത് പകുതി മുറിച്ചതിൻ്റെ ആണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്കിത് രണ്ട് മൂലയും ഒരേപോലെ തന്നെ പിടിച്ചിട്ട് നമുക്ക് മടക്കാം. പകുതിയായിട്ട് മടക്കണം. ഇതുപോലെ നന്നായിട്ട് രണ്ട് സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽവശം, അതായത് മടങ്ങിയിരിക്കുന്ന ആ വശത്ത് നിന്ന് 6 സെൻറ്റിമീറ്റർ താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. രണ്ട് സൈഡിലും ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ട് സൈഡിലും 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കത് മടക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ അപ്പുറം ഇപ്പുറം ഒരേപോലെ വരത്തക്ക രീതിയിൽ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് തിരിച്ചും നല്ലതായിട്ടൊന്ന് മടക്കിയിട്ട് തുറന്നിട്ട് നമ്മളത് രണ്ടായിട്ട് ഇതിനൊക്കെ വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുക്കണം. അതായത് ആകൃതിയിൽ വരുന്ന രീതിയിൽ വേണം. അതായത് ഇതേപോലെ ആകൃതിയിൽ വരണം, എങ്കിലേ നമ്മൾ കറക്റ്റാണ് എന്നറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ നടുവശം കണ്ടുപിടിക്കണം. അപ്പോൾ നടുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു സ്പോട്ടിൽ മാത്രം ഒന്ന് ഞെക്കി ഒന്ന് കൊടുക്കുകയാണ്. താഴെ വരെ അങ്ങനെ മടക്കി എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് നടുക്ക് ഏതാണെന്ന് അറിയണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ സൈഡിലോട്ട് ഇതിനൊക്കെ മടക്കിയെടുക്കണം. രണ്ട് വശത്തും മാത്രമല്ല, ഈ രണ്ട് വശത്തും മടക്കിയെടുത്തതിന് ശേഷം അപ്പുറവും ഇതേപോലെ മടക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ 4 വശവും ഇതേപോലെ തന്നെ നല്ലതായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. കോണോട് കോൺ വരുന്ന രീതിയിൽ തന്നെ മടക്കിയെടുത്തു. ഇനി നമുക്ക് ഇത്രയും മടക്കിയതിന് ശേഷം ഇതേ കണക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ തുറന്ന വശത്ത് നിന്ന് നമുക്ക് രണ്ടായിട്ട് മടക്കണം. ആ പേപ്പറിൻ്റെ മുകളിലോട്ട് മടക്കണം രണ്ടായിട്ട്. മടക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മൂല, നമ്മൾ നേരത്തെ മടക്കി വെച്ചേക്കുന്നതിൻ്റെ കോണുണ്ടല്ലോ, ആ കോണ് വരുന്നതിന് തൊട്ട് താഴെ മാത്രമേ ഇത് മടക്കാവൂ. അതിൻ്റെ മുകളിലോട്ട് കയറി ഇത് മടക്കരുത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുക. മറുപുറം ഇതേണക്കല്ല, അത് അളന്നിട്ട് വേണം അത് ചെയ്യാൻ. അതായത് വലിയവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ അളന്നിട്ട് എടുത്താൽ മതി. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 4 5 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചാരുവിന് വേണ്ടിയിട്ട് 5 ഉപയോഗിച്ചത്. ഇപ്പോൾ അപ്പൂന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ 4 ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ചെല്ലുമ്പോൾ അറിയാം ഇനി അത് കറക്റ്റ് ആവില്ല എന്നുള്ളത്. അപ്പോൾ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 4 5 ഒക്കെ മതി. അങ്ങനെ ഞാൻ 4 സെൻറ്റിമീറ്റർ അപ്പുറം ഇപ്പുറമൊക്കെ അളന്ന് താഴോട്ടിങ്ങനെ മടക്കി എടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നിന്ന് ആ പേപ്പർ മടക്കിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ ഒന്നും കൂടി മടക്കി വീണ്ടും ഒന്നും കൂടി മേളിലോട്ടങ്ങ് മടക്കിയെടുക്കും. ഇപ്പം നമ്മുടെ തൊപ്പി ഏകദേശമൊക്കെ റെഡിയായി. പക്ഷേ ഇത് ലോക്ക് ആവാത്തത് കൊണ്ട് ഇതൊന്നും കൂടി ഒന്ന് നിവർത്തിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ലോക്കാക്കി വയ്ക്കും. അതായത് കണക്ക് ഒന്നും കൂടി ഇതാണ്ടോ തുറന്നിട്ട് ആ ലോക്കിനകത്തോട്ട് നമ്മൾ മടക്കി കൊണ്ട് വയ്ക്കും. എന്നിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടിടവും. അപ്പം നമ്മുടെ നെഹ്റുവിൻ്റെ തൊപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് തൊപ്പി വെച്ചിട്ടുള്ള അപ്പൂൻ്റെ ഫോട്ടോ നമുക്ക് പിന്നെ കാണാം. ഞാൻ ഷോർട്സിൽ ഇടുന്നതായിരിക്കും അപ്പൂനെയും ചാരുവിനെയും ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ചാരുക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.